നിങ്ങളെല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പൊളിപ്പ് റെസൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അടുത്ത വർഷം മുതൽ നല്ല കുട്ടിയാവണം, നന്നായി പഠിക്കണം, ഇതൊക്കെയല്ലേ. എന്നാൽ ഇതിനൊക്കെ അങ്ങ് മാറ്റി നിർത്തിക്കോ. കാരണം റെസൊല്യൂഷൻസ് സ്പെസിഫിക് ആവണം. അല്ലാതെ മേലെ പറഞ്ഞ പോലെ അടുത്ത വർഷം മുതൽ നന്നായി പഠിക്കണമെന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാവരുത് തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് അടുത്ത വർഷം മുതൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ബെഡ് അറേഞ്ച് ചെയ്തതിന് ശേഷമേ റൂമിൽ നിന്ന് പുറത്തിറങ്ങൂ. അതല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ആവശ്യമില്ലാതെ പേരൻസിനോട് വഴക്കിടില്ല. ഇതുപോലെ ക്ലിയർ ആൻഡ് സ്പെസിഫിക് കാര്യങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. 2, അച്ചീവബിൾ ആയിരിക്കണം. നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റെസൊല്യൂഷൻസ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, അടുത്ത വർഷം അവസാനം ആകുമ്പോഴേക്കും എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും പച്ചവെള്ളം പോലെ പഠിക്കണം. ഇത് 3 കൂടെ പഠിക്കുന്നത് നടക്കുന്ന കാര്യമാണോ? അല്ല. മറിച്ച് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് അത് നല്ല രീതിക്ക് പഠിക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് കൂടെ ഇട്ടാൽ നമുക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ മേക്ക് ഇറ്റ് പേഴ്സണൽ. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എടുക്കുന്ന റെസൊല്യൂഷൻ കുറച്ചുകൂടെ പേഴ്സണൽ ആയിരിക്കണം. അതായത് 2025 അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് പേഴ്സണലി ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കണം അത്. ഇപ്പം നിങ്ങൾ മാത്സിൽ കുറച്ച് വീക്കാണെന്ന് വയ്ക്കുക. 2025 ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ അതിൽ A+ കിട്ടുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അടിപൊളിയല്ലേ? പ്ലാൻ ഫോർ ഗുഡ് ഹാബിറ്റ്. നിങ്ങൾക്ക് ഓരോ ഇയറിനും ഓരോ നല്ല ഹാബിറ്റിന് വേണ്ടിയിട്ട് റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ന്യൂസ് പേപ്പർ വായിക്കുന്നതോ അതാ ദിവസം ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ അതാ ദിവസം വന്ന് പഠിക്കുന്നതോ ഇങ്ങനെയൊക്കെ. പക്ഷേ ഈ ഒരു ഹാബിറ്റ് ആ ഒരു ഇയർ എൻഡ് വരെ അല്ലാതെ ലൈഫിലും കൂടെ കൂട്ടാൻ കൂടെ ശ്രമിക്കുക. ബ്രേക്ക് എ ബാഡ് ഹാബിറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യലും നല്ലൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെയാണ്. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് പറയാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നേരം സമയം കളയുന്നത്, അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ പാരൻസിനോട് ഷൗട്ട് ചെയ്യുന്നത്, ഇതുപോലുള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു ബെറ്റർ സ്റ്റുഡൻ്റ് ആവാനും പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും പറ്റും. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ അടുത്ത വർഷം മുതൽ നല്ല കുട്ടിയാവണം, മൊത്തത്തിൽ മാറണം എന്നൊക്കെ പറഞ്ഞ് 5-8 റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. പിക്ക് ഓൺലി 1 റെസൊല്യൂഷൻ. കാരണം ഒരു മാസം കഴിയുമ്പോൾ ഒന്നും പോലും കീപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത്രയും മാറണമെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ ആഗ്രഹമുള്ള 1-2 റെസൊല്യൂഷൻസ് എടുത്ത് അത് നല്ല രീതിക്ക് ചെയ്തു പോയാൽ തന്നെ സെറ്റാണ്. ഇപ്പോൾ പറഞ്ഞ റെസൊല്യൂഷൻസ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഓടിച്ചു നോക്കിയാലോ. മേക്ക് ഇറ്റ് പേഴ്സണൽ, സ്പെസിഫിക്, അച്ചീവബിൾ. ദെൻ പ്ലാൻ ഫോർ എ ഗുഡ് ഹാബിറ്റ് ഓർ ബ്രേക്ക് എ ബാഡ് ഹാബിറ്റ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, പിക്ക് ഓൺലി 1 റെസൊല്യൂഷൻ. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ, ആവശ്യം വന്നാലോ. ഇനി നമുക്ക് എടുത്ത റെസൊല്യൂഷൻസ് കീപ്പ് ചെയ്യാനുള്ള 3 ടിപ്സ് നോക്കിയാലോ. ടിപ്പ് നമ്പർ 1, മാർക്ക് ആൻഡ് ട്രാക്ക് യുവർ റെസൊല്യൂഷൻ. നിങ്ങളെടുത്ത റെസൊല്യൂഷൻസ് ഇതുപോലെ ഒരു കുഞ്ഞ് കലണ്ടർ ഉണ്ടാക്കി അതിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നിങ്ങൾ അതാത് ദിവസം കംപ്ലീറ്റ് ചെയ്ത റെസൊല്യൂഷൻസ് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്തിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും ഇയർ എൻഡ് വരെ ഇതൊരു വാശിയോടെ കൊണ്ടുപോകാനും കഴിയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ എടുത്ത റെസൊല്യൂഷൻ 1-2 ദിവസം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് അത് എന്നേക്കുമായിട്ട് നിർത്താതെ അതിൻ്റെ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ചെയ്ത റെസൊല്യൂഷൻ 300 ദിവസം വരെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പോലും അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ടിപ്പ് നമ്പർ 2, മേക്ക് എ റെസൊല്യൂഷൻ കാർഡ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത റെസൊല്യൂഷൻസ് ഒക്കെ ഇതുപോലെ ഒരു കാർഡിൽ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ ബെഡ്റൂമിലോ അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ ഒക്കെ ആയിരിക്കാം. ഇത് ഇടയ്ക്കിടെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുള്ളൊരു വാശിയായിരിക്കും, നിങ്ങളത് മറക്കാതെ ചെയ്യുകയും ചെയ്യും. ഇനി ഒരു കുഞ്ഞു ചരിത്രം പറയാം. 2009 സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫിലിപ്പ് ഹാലി ഹാബിറ്റ് ഫോർമേഷനെ കുറിച്ച് ഒരു പഠനം നടത്തി. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു ഹാബിറ്റ് ഫോം ആവാൻ ചുരുങ്ങിയത് 66 ദിവസം എടുക്കുമെന്നാണ്. ഇതിൽ തന്നെ ഈസി ആയിട്ടുള്ള ചലഞ്ചസ് പെട്ടെന്ന് ഹാബിറ്റായി മാറും. എന്നാൽ ഹാർഡായിട്ടുള്ള ഹാബിറ്റ്സ് ആണെങ്കിൽ അത് ഫോം ആവാൻ 245 ദിവസം വരെ എടുക്കും. ടിപ്പ് നമ്പർ 3, കീപ്പിംഗ് കമ്മിറ്റ്മെൻറ്റ്. നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ റെസൊല്യൂഷനെ കുറിച്ച് പറയാം. അത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ ഫാമിലിയിലോ മറ്റാരെങ്കിലും ആവുമായിരിക്കും. ഇവരുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റെസൊല്യൂഷൻ കീപ്പ് ചെയ്യാനും അത് ഇയർ എൻഡ് വരെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻ ടിപ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിന് പുറമെ നിങ്ങളുടെ കയ്യിൽ വല്ല ടിപ്സും ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.